നെയ്യാറ്റിൻകര നഗരസഭയുടെ മലഞ്ചാണി മലയിലെ ആധുനിക പൊതുശ്മശാനമായ ശാന്തിയിടം പ്രവർത്തന സജ്ജമായി. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സജ്ജീകരിച്ച ശ്മശാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ WR ഹീബ നിർവഹിച്ചു. കഴിഞ്ഞ ഇടതുപക്ഷ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് ശ്മശാനത്തിന്റെ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചിരുന്നു. നിലവിലെ ഭരണസമിതി റോഡും അനുബന്ധ വികസന പ്രവർത്തനങ്ങളും ഇൻവെർട്ടർ സംവിധാനവും പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയായിരുന്നു. ഒരു വർഷത്തേക്ക് ക്രെമിറ്റോറിയത്തിന്റെ പ്രവർത്തന ചുമതല സ്ഥാപക കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിനായി 3 ജീവനക്കാരെ കമ്പനി നിയോഗിച്ചിട്ടുണ്ടെന്നും പ്രവർത്തന രീതി പരിശീലിക്കുന്നതിനായി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടിജന്റ് ജീവനക്കാരനെ നിയമിച്ചതായും അധികൃതർ അറിയിച്ചു. ഒരേ സമയം 6 ബർണറുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഗ്യാസ് ക്രെമിറ്റോറിയത്തിൽ ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ ഒരു മൃതദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയാക്കാൻ കഴിയും. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവർത്തന സമയം. ശ്മശാനത്തിലെ സേവന നിരക്ക് BPL കുടുംബങ്ങൾക്ക് 3000 രൂപയും APL കുടുംബങ്ങൾക്ക് 4000 രൂപയുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ KK ഷിബുവിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു രാജേഷ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ RV വിജയബോസ്, VS സജീവ് കുമാർ, വസുമതി S, അലി ഫാത്തിമ, വാർഡ് കൗൺസിലർ ശൈലജ TR, UDF പാർലമെന്ററി പാർട്ടി ലീഡർ സലിം, BJP പാർലമെന്ററി പാർട്ടി ലീഡർ G ശിവകുമാർ, നഗരസഭാ സെക്രട്ടറി B സാനന്ദ് സിംഗ് എന്നിവർ ആശംസകൾ നേർന്നു. ക്ലീൻ സിറ്റി മാനേജർ BT സുരേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. നെയ്യാറ്റിൻകര നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള പൊതു ശ്മശാനം ശാന്തിയിടം ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇതിന് ഒട്ടേറെ കടമ്പകൾ കടന്നാണ് കഴിഞ്ഞ ഭരണസമിതി ഈ സ്ഥലം വാങ്ങുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് നടത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഭരണസമിതി, ഈ കൗൺസിൽ തന്നെയാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് പ്രവർത്തനക്ഷമമാക്കിയത്. ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തന സമയമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 3000 രൂപയും മറ്റുള്ളവർക്ക് 4000 രൂപയാണ് ഫീസായി നിശ്ചയിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശാന്തിയിടമായിട്ട് നെയ്യാറ്റിൻകര കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൊതുജനങ്ങൾക്ക് ആധുനികവും വേഗമേറിയതുമായ സംസ്കാര സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശാന്തിയിടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 2020 അധികാരത്തിൽ വന്ന കൗൺസിൽ, ആ കൗൺസിലിൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ പ്രദേശത്ത് ലാവള മലഞ്ചാണിയിൽ ഭൂമി കണ്ടെത്താനും ഏതാണ്ട് 1 ഏക്കർ 3 സെൻറ്റ് ഭൂമി കണ്ടെത്തുവാനും അവിടെ മനോഹരമായിട്ടുള്ള ശ്മശാനം നിർമ്മിക്കുവാനും സാധിച്ചത്. ഈ ശ്മശാനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 കോടി രൂപ 2020-25 കൗൺസില് അതിനുവേണ്ടി മാറ്റിവെക്കപ്പെടുകയും ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. 2025 ഒക്ടോബർ മാസം 31-ാം തീയതി അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടെങ്കിലും നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ചില കാര്യങ്ങളിൽ ചില കുറവുകളുണ്ടായിരുന്നു. ആ കുറവുകൾ 2026 അധികാരത്തിൽ വന്ന കൗൺസിൽ വളരെ ജാഗ്രതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ നോക്കിക്കാണുകയും അതിനകത്ത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ കൗൺസിൽ വന്നതിന് ശേഷമാണ് 30 ലക്ഷം രൂപ മെയിൻ റോഡിൽ നിന്ന് ശ്മശാനത്തിലേക്ക് ഉള്ളിലേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി സ്വീകരിച്ചു. ഇതിനിടയ്ക്ക് അതിൽ തന്നെ അല്പം താമസം വന്നത് 2026 മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായതുകൊണ്ട് പെരുമാറ്റച്ചട്ടത്തിൻ്റേതൊക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ടെൻഡർ അംഗീകരിക്കുവാനും കരാർ വെക്കുന്നതിലൊക്കെ ചില താമസം ഉണ്ടായി. അത് കഴിഞ്ഞ ഉടൻ തന്നെ ആ അഗ്രിമെൻ്റ് വെക്കുകയും ആ പ്രവൃത്തി ആരംഭിക്കുകയും അതെല്ലാം ഇന്ന് പൂർത്തീകരിച്ചു. ഇവിടെ ഗ്യാസിലാണ് ശ്മശാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ഇല്ലാതെ യാതൊരു കാര്യവും നടത്താൻ വേണ്ടി കഴിയില്ല. വളരെ ഉള്ളിലോട്ടുള്ളൊരു പ്രദേശമാണ്. വൈദ്യുതിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള വൈദ്യുതി കട്ടുമൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 20,000 കിലോ വാട്ടിലെ ഒരു ജനറേറ്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ നമ്മൾ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് മാറ്റിവെക്കപ്പെട്ടിരുന്നത് തന്നെയാണ്. അത് ഇപ്പോൾ ടെൻഡർ നടപടി എല്ലാം തന്നെ സ്വീകരിക്കപ്പെട്ടുകൊണ്ട് അതടക്കം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും, അതിനകത്ത് ശേഷിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ശ്മശാനത്തിൻ്റെ പ്രവർത്തനം
ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നെയ്യാറ്റിൻകര നഗരസഭ എന്ന നിലയിൽ സന്തോഷത്തോടു കൂടി നിർവഹിക്കപ്പെട്ടത്. ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ശ്മശാനത്തെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഇതൊരു വലിയ ഒരു മുതൽക്കൂട്ടായി മാറും. ഒരു നഗരസഭയുടെ ഒരു അഭിമാന പദ്ധതിയായി ഈ പദ്ധതി മാറും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. GTV ന്യൂസ് നെയ്യാറ്റിൻകര.